Welcome to Khandwa Diocese. ఎలా షాలోం ప్రేక్షకర్ക്കും ఖండ్వా రుపతాయిలేకి స్వాగతం. ഭാരതഭൂമിയുടെ ഹൃദയഭാഗത്ത് ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ സുവിശേഷമെത്തിക്കാനും അത് പ്രചരിപ്പിക്കാനും ജീവിതം സമർപ്പിച്ച ആദ്യകാല മിഷണറിമാരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ടുള്ള യാത്ര തുടരുകയാണ്. ചരിത്രപ്രധാനമായ ഭടുവാനി ജില്ലയിലെ ചിക്ലിയ എന്ന മിഷൻ പാരിഷിലേക്കാണ് ഇന്നത്തെ യാത്ര. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ഈ പ്രദേശത്ത് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന കപ്പുച്ചിൻ വൈദികനായ ഫാദർ ചാൾസ്, പിന്നീട് വന്ന ജർമ്മൻ മിഷണറി ഫാദർ വില്യം വൂൾണർ SVD എന്നിവരാണ് ഇവിടെ ക്രൈസ്തവ സമൂഹത്തെ രൂപപ്പെടുത്തിയത്. ചിക്ലിയയിലെ സെയിന്റ് തെരേസാസ് ചർച്ച് ആണിത്. മലയാളിയായ ഫാദർ സെബി തോട്ടങ്കരയാണ് ഇവിടുത്തെ വികാരി. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന്റെ സമയമായിരുന്നു. ക്യാമറ കണ്ടപ്പോൾ കുറെ പേർ അരികിലേക്ക് ഓടി വന്നു. വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ആഹാര സാധനങ്ങൾ അവർ കഴിക്കുകയാണ്. സ്കൂൾ മുറ്റത്ത് വെറും നിലത്ത് കൂട്ടം കൂടിയിരുന്ന് അവർ ഉച്ചഭക്ഷണം കഴിക്കുന്നു. രണ്ടോ മൂന്നോ ചപ്പാത്തിയാണ് മിക്കവരും കൊണ്ടുവന്നിരിക്കുന്നത്. പലർക്കും കറികളൊന്നും തന്നെയില്ല. ചപ്പാത്തി കീറിയെടുത്ത് ചവച്ചരച്ച് അല്പം വെള്ളം മാത്രം കുടിക്കുന്നവരുണ്ട്. ചിലർ മുളകു ചമ്മന്തി പോലെ എന്തോ കൊണ്ടുവന്നിരിക്കുന്നു. നട്ടുച്ചയ്ക്ക് പൊരിവെയിലത്ത് കൂളായിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരെയും കാണാം. ഇവർക്ക് ഈ ചൂടൊന്നും ഒരു ചൂടേയല്ലെന്ന് തോന്നുന്നു. വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവരാൻ സാധിക്കാത്തവർക്കും ബോർഡിങ്ങിൽ നിൽക്കുന്ന കുട്ടികൾക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്യുകയാണ് ഇവിടെ. ചെറിയ കുട്ടികൾക്ക് ആദ്യം എന്ന ക്രമത്തിലാണ് വിതരണം ചെയ്യുന്നത്. അധ്യാപകരുടെയും സിസ്റ്റേഴ്സിൻ്റെയും മേൽനോട്ടത്തിൽ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ തന്നെയാണ് ഭക്ഷണം വിളമ്പി നൽകുന്നത്. ചോറും ചാറുള്ള ഒരു കറിയുമാണ് ഉച്ചഭക്ഷണമായി നൽകുന്നത്. അച്ചടക്കത്തോടെ കാത്തുനിന്ന് അവർ ഭക്ഷണം വാങ്ങുന്നു. പ്ലേറ്റുകളിൽ ഭക്ഷണമെടുത്ത് വെറും നിലത്ത് ചെന്നിരുന്നാണ് അവരും കഴിക്കുന്നത്.
സെൻറ്റ് തെരേസാസ് ചർച്ച് ചിക്ലിയ. ഈ പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ബഡ്വാനി പള്ളിയുടെ ഒരു കുരിശുപള്ളിയായിരുന്നു, ഔട്ട് സ്റ്റേഷനായിരുന്നു. 1969 ഈ ചർച്ച് ഒരു ഇടവകയായിട്ട് തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ബഡ്വാനിയിൽ നിന്നും ഫാദർ വില്യം ഉൾണർ SVD, ജർമ്മൻ മിഷണറി, ഇവിടെ വില്ലേജുകളിൽ വന്ന് വിശ്വാസം പ്രചരിപ്പിക്കാൻ തുടങ്ങിയ കാലമാണ്. അപ്പോൾ ആ മിഷണറീസ് ഇവിടെ ഉൾപ്രദേശങ്ങളിൽ വളരെ ബുദ്ധിമുട്ടോടുകൂടി, അന്ന് വണ്ടി വാഹനങ്ങളൊന്നുമില്ല, കാളവണ്ടിയിൽ വരികയും ഇവിടെ വന്ന ആൾക്കാരെ കണ്ട് വിശ്വാസം പ്രചരിപ്പിച്ച് അങ്ങനെ ഇത് ചിക്ലിയ ഒരു നല്ല ഒരു കാത്തലിക് സെൻ്ററായിട്ട് ഡെവലപ്പായി. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സെൻറ്റ് തെരേസാസ് ചർച്ച് ചിക്ലിയയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനും ഉണ്ട്. 4 ഔട്ട് സ്റ്റേഷൻ ഇപ്പോഴും നമ്മുടെ ഈ പള്ളി ഇടവകയ്ക്കുണ്ട്, 4 വില്ലേജ്. ആ 4 വില്ലേജിലും ഞങ്ങൾ വീക്കിലിയിൽ പോയി ഓരോ ദിവസം അലോട്ടഡാണ്, കുർബാനയും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. പഴയ മിഷണറിമാരുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ എല്ലാ സംരംഭങ്ങളും ഇവിടുത്തെ. അന്ന് ഒത്തിരി ബാക്ക്വേർഡ് ഏരിയ ആണ്, ഇവിടെ ഒന്നുമില്ല, ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ 0 ലെവലായിരുന്നു. മിഷണറീസ് ഇവിടെ വന്ന് പിള്ളേരെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങി. അങ്ങനെ പിന്നെ സ്കൂൾ സ്ഥാപിച്ചു, പിള്ളേരെ കൂട്ടി മരത്തിൻ്റെ ചോട്ടിലിരുത്തി പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ എഡ്യൂക്കേഷൻ ഒരു നല്ലൊരു പ്രേരണയോടുകൂടി പിള്ളേരെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കി ഇവിടുത്തെ വിശ്വാസികളുടെ എന്താ പറയുക ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്ന് നമുക്ക് പറയാം. ഈ കാണുന്ന സ്കൂള് ഇപ്പം പറയുകയാണെങ്കിൽ ഈ ബഡ്വാനി ഡിസ്ട്രിക്റ്റിലെ ഹിന്ദി മീഡിയം സ്കൂളിലെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂൾ എന്ന് നമുക്ക് പറയാം. കാരണം ഇപ്പോഴും ഇവിടെ അഡ്മിഷൻ മേടിക്കാൻ ദൂരേന്ന് വരെ ആൾക്കാർ കുട്ടികളെ കൊണ്ടുവരും. നമുക്കിവിടെ ബോർഡിംഗ് സർവീസുണ്ട്, ഗേൾസ് ബോർഡിംഗ് ഉണ്ട്, ബോയ്സ് ബോർഡിംഗ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം 625 കുട്ടികളോളം നമ്മുടെ സ്കൂളിലൂടെ പഠിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പഠിച്ചു പോയി വില്ലേജ് വിട്ട്, ഗ്രാമം വിട്ട് മൈഗ്രേറ്റ് ചെയ്ത് ജോലി കിട്ടി ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മുടെ വിശ്വാസികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവരൊക്കെ ഇവിടുന്ന് കിട്ടിയ ആ വിശ്വാസത്തിൻ്റെ വിത്ത് അവരിൽ ഉണ്ടായത് ഈ സെൻറ്ററിൽ നിന്നാണ്. ഇത് ഖാണ്ഡുവ രൂപതയുടെ തന്നെ ഒരു കാത്തലിക് സെൻ്ററായിരുന്നു. ഇത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പാരിഷസ് എന്ന് പറയാം നമുക്ക് ഖാണ്ഡുവ ഡയസിസിൻ്റെ. അപ്പോൾ ഇവിടെ നിന്ന് പഠിച്ച് പുറത്ത് പോയി ജോലി കിട്ടി അവരെവിടെയൊക്കെയാണോ അവിടെയും അവരുടെ വിശ്വാസം കാത്തുരക്ഷിച്ച് അവരിലൂടെ പുതിയ പള്ളികളും പുതിയ സെൻറ്ററുകളും വരികയും അവരെല്ലാവരും ഗവൺമെൻറ് സർവീസിൽ അവർക്ക് ജോലി കിട്ടുകയും അങ്ങനെ ഇവിടെയുള്ള ആളുകൾ ഒത്തിരി അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഞങ്ങൾ പോകുമ്പോൾ ഉച്ചഭക്ഷണത്തിനായുള്ള ഇടവേളയിൽ പെൺകുട്ടികൾ വട്ടം കൂടിയിരുന്ന് കളിക്കുകയായിരുന്നു. അത്തള പിത്തള തവളാച്ചി, ചുക്കുമിരിക്കണ ചൂടാപ്പ്, മറിയം വന്ന് വിളക്കൂതി, കണ്ടാമാണി സാറാപ്പെ. അത് പക്ഷെ ഹിന്ദിയിലാണ് അവർ പാടുന്നത് എന്ന് മാത്രം. ചിക്ലിയയിൽ നിന്നും ഞങ്ങൾ പിന്നീട് പോയത് സിതടി എന്ന ഗ്രാമത്തിലേക്കാണ്. സിതടിയിൽ ക്രൈസ്തവ കുടുംബങ്ങൾ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിരുന്നു. ചിക്ലിയ പാരിഷിന്റെ ഒരു ഔട്ട് സ്റ്റേഷനാണ് സിതടി. ചിക്ലിയയിൽ നിന്നും 12 കിലോമീറ്റർ അകലെയാണ് സിതടി. നാം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് സിതടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഇത് ചിക്ലിയ പള്ളിയുടെ കുരിശുപള്ളി ആയിട്ട് വരും. ഈ ഗ്രാമത്തിലെ വിശ്വാസികൾ ഒത്തിരി പഴയ വിശ്വാസികളാണ്. ഒരു 10-70 വർഷം മുന്നേ ഇവിടെ മിഷണറീസ് വരികയും അവരുടെ വിശ്വാസത്തിൽ കൊണ്ടുവരികയും ചെയ്ത പഴയ ക്രിസ്ത്യാനികളാണ് ഇവിടെ ഉള്ളത്.
ഇത് ചിക്ലിയ പള്ളിയിൽ നിന്നും ഏകദേശം ഒരു 12 കിലോമീറ്റർ ദൂരെയാണ് ഈ വില്ലേജ്. ഇവിടെ ഏകദേശം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു 40-45 ഫാമിലീസ് ഉണ്ട്. നല്ല വിശ്വാസത്തിൽ ജീവിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളിവിടെ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് കുർബാനയും മറ്റു പ്രാർത്ഥനകളും നടത്താറുണ്ട്. അതുപോലെ തന്നെ മറ്റ് സർവീസുകളും നടത്താറുണ്ട്. പിന്നീട് സെബി അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. മരം കൊണ്ടുള്ള പെട്ടിക്ക് മുകളിൽ ഒരു വിരിയിട്ടതാണ് ബലിപീഠം. വിശുദ്ധ കുർബാന തക്സയും തിരുവസ്തുക്കളും അവിടെ ഒരുക്കിയിരിക്കുന്നു. പുല്ല് കെട്ടിവെച്ചതിനിരുപുറവും മണ്ണും ചാണകവും ചേർത്ത് തേച്ചു പിടിപ്പിച്ചാണ് ദേവാലയ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. വെറും തറയിൽ ഷീറ്റ് വിരിച്ച് വിശ്വാസികൾ ഇരിക്കുന്നു. ഭിത്തിയിൽ പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് അതുവഴി വെയിൽ അകത്തേക്ക് കടന്നുവരുന്നു. അമ്പരചുംബികളായ ശീതീകരിച്ച ദേവാലയങ്ങളിലെ പരിമളത്തേക്കാൾ ബത്ലഹേമിൻ്റെ കാലിത്തൊഴുത്തിൻ്റെ ഗന്ധം ഇവിടെ ശരിക്കും അനുഭവിക്കുന്നതുപോലെ തോന്നി. വൈദികർക്ക് പുറമെ സുവിശേഷ പ്രസംഗം നടത്താൻ ഇവിടുത്തെ കാറ്റക്കിസ്റ്റ് അഥവാ ഉപദേശികൾക്ക് അവസരമുണ്ട്. ഇവിടുത്തെ മുതിർന്ന കാറ്റക്കിസ്റ്റ് തങ്ങളുടെ സംസാര ഭാഷയിൽ ഇന്നത്തെ സുവിശേഷ ലേഖന വായനകളുടെ സന്ദേശം വിവരിക്കുകയാണ്. सामुएल नानो को तुझो मोटो ही तो गयो अरे प्रभु तेरे पुठी रही एने जो सामुएल का जे वचन आपे हता तिंद्रे माइंड एक वचन भी माटी में निमेरने दे दो. ए मारा भगवान तारी मर्जी पूरी करने में से खुशी लागे. जय घोष में हमका देखाड़े कि हम भी सामुएल ने तो प्रभु वचन सुनने चाहते ते बोलो हालेलुया हालेलुया हे प्रभु को तारू चाकरियो या तारी चाकराय सोमेलने बाजराय तारात गुलो मा अमर जिनगारीन खबर छे हालेलुया माले के भगवान सयालो भगवान. വിധവയുടെ ചെമ്പുതുട്ടുപോലെ തങ്ങളുടെ കരുതലിൽ നിന്ന് ഒരു ഓഹരി അവർ ദൈവത്തിന് സമർപ്പിക്കുന്നു. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ഒരു ചെറിയ നാണയമെങ്കിലും കാഴ്ചപാത്രത്തിൽ സമർപ്പിക്കുന്നുണ്ട്. ഈ ഏരിയയിൽ നിന്നും ഒത്തിരി ജനങ്ങൾ ഇങ്ങനെ പഠിച്ച് പുറത്തു പോയി
അവരുടെ വിശ്വാസം കാത്തുരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ളവരും ഇപ്പോൾ നല്ല വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ട് ഇപ്പോഴും എന്താ പറയുക ഉറച്ച വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് വർക്ക് ചെയ്യാനും അവരോടൊത്ത് ജീവിക്കാനും അവരുടെ ജീവിതശൈലി പഠിക്കുവാനും നമുക്കൊരു വളരെ ഒരു ഉന്മേഷമുണ്ട്. സിതഡിയിലെ ക്രൈസ്തവ സഹോദരങ്ങളോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പിന്നീട് പോയത് ഭടുവാനിക്കടുത്തുള്ള ആശാഗ്രാം എന്ന സ്ഥലത്തേക്കാണ്. സിസ്റ്റർ ലില്ലീസ് ആരംഭിച്ച പുവർ ഹോം മെയ്ഡ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന സന്യാസ സഭയുടെ പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നു അവിടം. ഭടുവാനി പ്രദേശത്തുണ്ടായിരുന്ന കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിക്കുകയും അവരെ പുനരുദ്ധരിക്കുകയുമായിരുന്നു ഇവരുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ. പിന്നീട് സർക്കാർ തലത്തിലും സമീപവാസികളും പിന്തുണ നൽകിയപ്പോൾ ഇവിടെ ഭൂമി വാങ്ങി കുഷ്ഠരോഗം ബാധിച്ചവരെ പുനരധിവസിപ്പിക്കാൻ 80 വീടുകൾ പണി കഴിപ്പിക്കുകയും ഇവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു സ്കൂൾ ആരംഭിക്കുകയും ചെയ്തു. ഇരുട്ടു വീണപ്പോഴും പ്രായാധിക്യത്തിൻ്റെ തളർച്ച മറന്ന് സിസ്റ്റർ സൂസോ അവരുടെ വീടുകളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ഫാദർ ജിമ്മി വയലിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. മാജി മാജി എന്ന് വിളിച്ച് കുട്ടികളും സിസ്റ്ററിനോടൊപ്പം കൂടി. '83 we started this ആശാഗ്രാം. ഇത് വൺ ടെസ്റ്റിനായിട്ടാണ് തുടങ്ങിയത്. അതുണ്ടാകാനുള്ള ആരംഭം ഞങ്ങളുടെ ലെല്ലീസിൻ്റെ മുഖ്യ കാര്യമാണ്. ഞാനും ലെല്ലീസും കൂട്ടുകാരാണ്. ലെല്ലീസ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് പുണ്യവാളന് ലെപ്പേഴ്സിനോടും പാവപ്പെട്ടവരോടും ഒത്തിരി അലിവും കരുണയുള്ള സിസ്റ്ററാണ്. അതിൻ്റെ കൂടെ സിസ്റ്റർ ഇങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ വന്നപ്പം പുള്ളി ഇങ്ങനെ നോക്കി നടക്കുകയാണ്. എവിടെയാ മനുഷ്യരെ പിടിക്കുക, ഇങ്ങനെ പാവങ്ങളായിട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി മനുഷ്യരിങ്ങനെ ലെപ്പേഴ്സായിട്ട് ഇങ്ങനെ തെണ്ട് നടക്കുന്നത് കണ്ടു. ആ തെണ്ട് നടക്കുന്നത് എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു സൈക്കിളിൽ പോയി അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ സിസ്റ്റർ ഇവരെല്ലാം കൂടെ ഒരു വലിയ മുറിക്കകത്ത് 10-50 പേര് ഒരുമിച്ച് താമസിക്കുകയാണ്. ലെപ്പേഴ്സ് ഒത്തിരി പേരിങ്ങനെ പഴുത്തും കാലും ഇല്ലാത്തതും ചെവിയില്ലാത്തതും കണ്ണില്ലാത്തതും അങ്ങനെയുള്ളൊരു മനുഷ്യരാണിത്. അങ്ങനെ അവർക്ക് ഞങ്ങൾ സിസ്റ്റർ വന്ന് ബാൻഡേജൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഞാനും കൂടെ പോരും. അങ്ങനെ ബാൻഡേജൊക്കെ കൊടുക്കും. പിന്നെ ഞങ്ങൾ അവർക്ക് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കും. പിന്നെ അതും ഞങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നല്ല ബോർഡിങ്ങിൽ ഭക്ഷണം ഉണ്ടാക്കും. പൂരിയൊക്കെ ഫിസ്റ്റേക്കൊക്കെ പൂരിയും ആലുക്കറിയൊക്കെ ഉണ്ടായിക്കൊണ്ടേക്ക് വല്ലത്തിൽ ചുമന്നുകൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് അവരുടെ ഇഷ്ടം അവരെ ആകർഷിച്ചത്. അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ ഇവിടെ ഒരു ഹർഷമന്ദിർ എന്നുള്ളൊരു SDM ഇവിടെ ഉണ്ട്. പുള്ളി ഇങ്ങനെ ആലോചിച്ചു, എങ്ങനെയാണ് ഇതിന് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവരും കൂടി ഒന്നിച്ച് കൂട്ടണം, എവിടെയെങ്കിലും ഒന്ന് പിന്നെ തെണ്ടാന്നുള്ള അവരെ നിർത്തി വെച്ചിട്ട് എവിടെയെങ്കിലും ഒരു വില്ലേജിലാക്കണം നമുക്ക്. അങ്ങനെയാണെന്നപ്പോഴാണ് ഒരു ഹർഷമന്ദിർ ഒരു ലേഡിയായിട്ട് ഇടപെട്ട് ആ ലേഡി 10-60 ഏക്കർ സ്ഥലം ഈ ട്രസ്റ്റിനായിട്ട് കൊടുത്തു. അങ്ങനെയാണ് ട്രസ്റ്റ് ഉണ്ടാക്കിയത്. 40 വീട് ആദ്യം ഉണ്ടാക്കി, അത് തികയാഞ്ഞിട്ട് 40 വീടും കൂടെ പിന്നെ ഉണ്ടാക്കി. അങ്ങനെ അവരെല്ലാവരും കൂടെ താമസിപ്പിച്ച് 83-ൽ ഞങ്ങളിത് ഇനാഗ്രേറ്റ് ചെയ്തു. അങ്ങനെ ഇവിടെ ചെന്നപ്പം ഇവിടുത്തെ മനുഷ്യരുണ്ടല്ലോ ബോയ്സിന് സ്കൂളുണ്ടാക്കി, ബാലാശ്രമം എന്ന് പറഞ്ഞ്. അങ്ങനെ അപ്പോൾ എനിക്കൊരു വലിയ പ്രയാസം, ഈ ഗേൾസിനൊന്നുമില്ലല്ലോ.
we had to start something for the boarding, for the girls boarding. അങ്ങനെയാണ് ഇനിഷ്യേറ്റ് ഈ സ്കൂളിൻ്റെ ഇനിഷ്യേറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് എനിക്ക് ഗേൾസ് ബോർഡിംഗ് ആയിട്ട്. അങ്ങനെ 94 all my roaming around, I came back to this place. 84 this whole building I only made that, not means with the help of congregation. ലെപ്പേഴ്സിൻ്റെ പിള്ളേരെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് 15 പിള്ളേരെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 200-300 പിള്ളേർ വെൽ എഡ്യൂക്കേറ്റഡ്, അവരെല്ലാം നല്ല ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥകളുമായി. അവർ IAS ഇത് ഇവിടുന്ന് തന്നെ IAS ഓഫീസർ ഉണ്ടാകാൻ കാര്യമായി. അതുപോലെ 4 BSc നേഴ്സിങ്, 6-7 നേഴ്സിങ് ടീച്ചേഴ്സ്, ഒത്തിരി പേര് ഇവിടുന്ന് നല്ല ആളുകളായിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. തങ്ങളുടെ വിരലുകളും നല്ല നാളുകളും കുഷ്ഠരോഗം കവർന്നെടുത്തെങ്കിലും തങ്ങൾക്ക് മനുഷ്യരെപ്പോലെ കുട്ടികളോടൊത്ത് ജീവിക്കാൻ അവസരമൊരുക്കിയ ഈ സന്യാസിനിമാരോട് ഇവർക്കുള്ള സ്നേഹവും ആദരവും അനന്തമാണ്. മനുഷ്യരൂപം സ്വീകരിച്ച ദൈവമായിട്ടാണ് ഈ ഗ്രാമം ഈ സന്യാസിനിമാരെ കാണുന്നത്. രോഗങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഇരുണ്ട രാത്രികളിൽ നിലാവുപോലെ ഉദിച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരുടെ ത്യാഗോജ്വലമായ കഥകൾ തേടിയുള്ള യാത്ര ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും തുടരാമെന്ന പ്രതീക്ഷയോടെ.